ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിയാസ് വ്ളോഗ്സ്. ഇന്ന് മുട്ട കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സവാള, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 1-2 പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഹാഫായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച മുട്ടേൻ്റെ ഉണ്ണി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററാക്കി എടുക്കുക. എന്നിട്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിയുടെ മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സ്നാക്കാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.